റിവ്യൂ ഒക്കെ എല്ലാവർക്കും പറയാനുള്ള അധികാരമുണ്ട്. പിന്നെ നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും പലരും റിവ്യൂ പറയാത്തത്. കുവൈറ്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് കുവൈറ്റിലുള്ള ഉഡായിപ്പുകളെക്കുറിച്ച്, അതും കലയുമായിട്ട് ബന്ധപ്പെട്ട ഉഡായിപ്പുകളെക്കുറിച്ച്. അപ്പം അതുപോലൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ആൽബം റിലീസായി. ഈ ആൽബത്തിൻ്റെ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫുൾ നെഗറ്റീവ് അല്ല, അതിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും ചൂണ്ടിക്കാണിച്ചൊരു റിവ്യൂ പോസ്റ്റ് ചെയ്തായിരുന്നു. സോ ഉടനെ തന്നെ അതിൻ്റെ ക്രൂവിലുള്ള 1-2 പേര് വന്നിട്ട് PM-ൽ വന്നിട്ട് റിവ്യൂ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, നല്ലത് മാത്രമേ പറയാവൂ, എന്നിട്ട് വേറെ ആൾക്കാരുടെ വീഡിയോയിൽ മോശപ്പെട്ട വാക്കുകൾ മെൻഷൻ ചെയ്ത് കമൻറ്റുകൾ തന്നു. സോ എനിക്ക് തോന്നുന്നത് എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ എന്താണോ കണ്ടത് അതിനെക്കുറിച്ചാണ് ഞാനത് പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയെ പോയിൻ്റ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. സോ ഇനിയും ഞാൻ റിവ്യൂ പറയും, അത് ഉറപ്പാണ്. അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ വന്നാലും ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പേരിൽ PM-ൽ വന്നു കഴിഞ്ഞാൽ ആസ് എ റൈറ്ററായിട്ട് ആയിരിക്കുമല്ലോ ഞാൻ ബിഹേവ് ചെയ്യുന്നത്. അതെന്താണെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, റിവ്യൂ ഒക്കെ എല്ലാവർക്കും പറയാനുള്ള അധികാരമുണ്ട്. പിന്നെ നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും പലരും റിവ്യൂ പറയാത്തത്, ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. സോ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്നതിൽ നല്ലത് നല്ലതാണെന്നും മോശം കാര്യങ്ങൾ മോശമാണെന്നും ആൾക്കാർ പറയും. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർക്കിൽ നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേഞ്ഞു പോകും, ആൾക്കാർ വായിരിക്കുന്ന കേൾക്കേണ്ടിയും വരും. റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത്. സോ അപ്പം അടുത്ത വീഡിയോ കാണാം.